Hi all, welcome back to Click. 14 days dual lab with Click. ആ ഒരു പ്ലാനിൽ ആ ഒരു ഷെഡ്യൂളിൽ ഇൻവോൾവ് ആയിട്ട് അതിൽ മുന്നോട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മിഷൻ 11 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഈ 14 ഡേയ്സ് ഡ്യുവൽ ലാബിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് ഉണ്ടായിരുന്നു. അവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്തിട്ടുള്ളത്, ഓൾറെഡി കണ്ടൻസ് പഠിച്ചു കഴിഞ്ഞു എന്ന അസംഷനിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ 14 ഡേയ്സ് ഡ്യുവൽ ലാബിനകത്ത് ഇൻവോൾവ് ആവണം എന്നുള്ളത്. പിന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളും ഇതിനകത്ത് നമ്മുടെ പ്ലാൻ, നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് കണ്ടൻസ് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നിപ്പോ ഡേ 9 ആണ് അല്ലെ, അതായത് 12th ആയി, ഡേ 9 ഓഫ് 14 ഡേയ്സ് ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക്. അപ്പോ ഇന്നത്തോടെ നമ്മുടെ മാത്തമാറ്റിക്സ് ഉൾപ്പെടെ, മാത്തമാറ്റിക്സിൽ ഒരു കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൊഡ്യൂൾ 5 ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതായിരുന്നു നമ്മൾ ഇന്നത്തെ ദിവസത്തോടെ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ 10th ഡേയിലേക്ക് കടക്കുവാണ് അല്ലെ. 10th ഡേയിലേക്ക് കടക്കുമ്പോൾ അതിന് മുൻപ് ഇന്ന് 12th, അപ്പോൾ 13, 14, 15, 16, 17 6th ഡേ എക്സാം ആണ്. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ടൈം നമ്മുടെ ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു മാൻഡേറ്ററി റിവിഷനും അതുപോലെ തന്നെ ഒരു ഓപ്ഷണൽ റിവിഷനും, അങ്ങനെ രണ്ട് ചോയ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 10 ഓൺവേർഡ്സ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ മാൻഡേറ്ററിലി റിവൈസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ കാൽക്കുലസിന്റെ പാർട്ട് 1, ദെൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കംപ്ലീറ്റ്, ദെൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ്. ഇനി കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, ദെൻ acoustics അത് complete. Then coming to engineering chemistry, cement polymer spectroscopy, water pollution, sources of energy, nuclear pollution, battery. ഇത്രയാണ് നമ്മുടെ മാൻഡേറ്ററി റിവിഷനിൽ ഡേ 10 ഞാൻ പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഓപ്ഷണൽ റിവിഷൻ, ഇൻ കേസ് ഇഫ് യു സ്റ്റിൽ ഹാവ് ടൈം, നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷണലി റിവൈസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ആസ് യൂഷ്വൽ ഫസ്റ്റ് സബ്ജക്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, അതിനകത്ത് മെട്രിക്സ്, ഓൾജിബ്ര നോക്കുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സിനകത്ത് ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഫൈബർ ഒപ്റ്റിക്സ്, ഫോട്ടോണിക്സ്, LED ആൻഡ് സോളാർ സെൽ, എൻറ്റയർ ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, you should learn nanomaterials classification and synthesis. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡേ 10 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനവിടെ ഷെഡ്യൂളൊക്കെ ചെയ്ത് ഒരു ടൈം സ്ലാബ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, കുറച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഒരു ഷെഡ്യൂള്, ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഐ എം നോട്ട് ഷുവർ ഹൗ മെനി ഓഫ് യു ആർ ഫോളോയിങ് ദിസ്, ബട്ട് ടുഡേ, ഇന്നത്തെ ദിവസം, അതായത് ഈ 9th ഡേ, നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും നിങ്ങൾ സബ്ജക്ട് കവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആസ് പെർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല എത്ര പേര് ഈ ഒരു പ്ലാനിൽ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സിറ്റുവേഷൻസ്, ഫാമിലി സിറ്റുവേഷൻസ്, ജോബ്, അതുപോലെ തന്നെ മടി എല്ലാം ഉണ്ടായിരിക്കും, പ്രോക്രാസ്റ്റിനേഷൻ എല്ലാം ഉണ്ടായിരിക്കും. സോ അതെല്ലാം മനുഷ്യസഹജമായിട്ടുള്ള കാര്യങ്ങളാണ്, നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് ഓൺ ഡേ 10 ഞാനിപ്പോ കുറച്ച് റിവിഷൻ മെറ്റീരിയൽസ് പറഞ്ഞല്ലോ, അതായത് മാൻഡേറ്ററിലി ഓപ്ഷണലി എല്ലാം ചെയ്യാനായിട്ട് കുറച്ച് ടോപ്പിക്സ് പറഞ്ഞല്ലോ. Now I am saying you that don't do that. I'm telling you that don't follow this plan from day 10 onwards. Because ഇനിയുള്ള 5 ദിവസങ്ങൾ 13, 14, 15, 16, 17 ഈ 5 ഡേയ്സ് എങ്ങനെ പഠിക്കണം എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം എന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതായത് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടന്റ്സ് മാക്സിമം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ് ആയിക്കോട്ടെ, സൂപ്പർ ക്യാപ്സ്യൂൾസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ MCQs ആയിക്കോട്ടെ. I have tried my best. Mistakes ഉണ്ടായിരുന്നിരിക്കാം. I really do admit that because it's the first time I'm doing this. So obviously മിസ്റ്റേക്ക് ഉണ്ടാവണല്ലോ. മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. So I'm really proud of myself. And
നിങ്ങൾ ആരെങ്കിലും ഈ എക്സാം ക്രാക്ക് ചെയ്യാണ് നമ്മുടെ ക്ലിക്കിനകത്തെ കണ്ടന്റ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് എങ്കിൽ ഐ ബി മോർ പ്രൗഡ്. കാരണം എന്താ പറയാ, ഐ വിൽ റിയലി ഹാപ്പി. ഓക്കെ, സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ 5 days നിങ്ങൾക്ക് വേണ്ടത് ഒന്നാമത്തെ കാര്യം ഡിറ്റർമിനേഷൻ ആണ്. അതായത് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഈ 5 days നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയൽസ്, വാട്ട് എവർ മെറ്റീരിയൽ ഇറ്റ് ഈസ്, ഡിറ്റർമിനേഷനോട് കൂടി തന്നെ ഇരിക്കുക. ഇത് ക്ലിയർ ചെയ്യണം, ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് കയറണം. എപ്പോഴും പറയുന്ന കാര്യം, എനിക്ക് ഫസ്റ്റ് റാങ്ക് മതി. ഓക്കെ, അതിന്റെ താഴത്തേക്ക് ഞാൻ ഒന്നും നോക്കുന്നില്ല. ആ ഒരു പ്ലാനിൽ തന്നെ പഠിക്കുക. സോ ഫസ്റ്റ് ഫാക്ട് ഇസ് ഡിറ്റർമിനേഷൻ. ഇനി റെസിലിയൻസ്. എത്ര തോറ്റാലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഏതെങ്കിലും പോർഷൻസ് പഠിക്കുമ്പോൾ ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആൻസേഴ്സ് കിട്ടുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനെയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, എന്ത് ചെയ്യണം? ആ ഡിറ്റർമിനേഷൻ, ആ ഒരു റെസിലിയൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഓണസ്റ്റി കാണിക്കാം. ഇത് ഒരു വഴിപാടായി കാണാതെ നിങ്ങൾക്കിത് വേണം. നിങ്ങളുടെ ഫ്യൂച്ചർ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിലെ കാര്യം പിന്നെ അന്നേരം ആലോചിച്ചാൽ പോരെ എന്നൊക്കെയുള്ള അങ്ങനത്തെ എക്സ്ക്യൂസസ് ഒന്നും ഇവിടെ വില പോകുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും ലൈഫിൽ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സച്ച് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ഒരു ഓണസ്റ്റി അത് കാണിക്കുക. എന്നിട്ട് കണ്ടന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകള്, പോസിറ്റിവിറ്റി വേണം നിങ്ങൾക്ക്. ബേസിക്കലി ഇപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, ദെൻ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ ഒരു 5 days ചിലപ്പോ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള ടോക്സും ചാറ്റ്സും നിങ്ങളെ വറി ചെയ്യിക്കാനുള്ള, പാനിക് ആക്കാനുള്ള ഒരുപാട് മൈൻഡ് ഗെയിംസുമായിട്ട് വരുന്ന ചില സോ കോൾഡ് സൈക്കോസ് കാണുമായിരിക്കും. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ് പ്ലീസ്. ഞാൻ നിങ്ങളെ അത്രയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ തിരിച്ച് എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഓണസ്റ്റി, ഇങ്ങോട്ടേക്ക് തിരിച്ച് നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ മാത്രമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓണസ്റ്റിയുടെ കാര്യം ഞാൻ റിപ്പീറ്റഡ്ലി പറയാൻ കാരണം എന്താ വെച്ചാല്, എന്താ പറയാ, ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്, അത്ര തന്നെ. അതായത് പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് ഈ ലാസ്റ്റ് 5 days നിങ്ങൾ തന്നെ ആലോചിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെ പലർക്കും പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സോ നിങ്ങളുടെ സ്ട്രോങ് സൂട്ട് ഏതാണോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ എന്തായാലും 100 marks തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ 100 marks നമുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോ ഈ 100 marks ഇന്ന ഭാഗം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വീക്കാണ്. ലൈക്ക് ഇപ്പോ ന്യൂമറിക്കൽ മെത്തേഡ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓർഡിനറി ഡിഫറൻഷിയേഷൻസ് എടുക്കുകയാണ്. അപ്പോ യു ഡിസൈഡ് ദാറ്റ് ബിക്കോസ് ഐ ഡോണ്ട് നോ യു പേഴ്സണലി. സോ ഞാൻ ഇനി ഉള്ള നെക്സ്റ്റ് ഡേയ്സിൽ ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു വാട്ട് ടു സ്റ്റഡി, how to study, when to study. I'm not going to tell you all that. Okay. So you have to determine that. You should have that determination, resilience, honesty, and those people who can support you. Okay. അപ്പം മൈൻഡ് ഒക്കെ ക്ലിയർ ആക്കി, അതുപോലെ തന്നെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് Day 10 onwards നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാൻ എക്സാംസിന്റെ ടിപ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. ടെൻസ്ഡ് ആവരുത്, ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആണ്. ഇതിൽ നിങ്ങൾ പാനിക് ആയി കഴിഞ്ഞെന്ന് വെച്ചാല് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. If you feel like this is a useful video, then press the like button and comment if you have any suggestions or opinions or any questions. And if you haven't subscribed this channel yet, please do subscribe. So here I am signing off, your study partner Click.
Stay focused on what really matters.